ഹലോ, ഇന്ന് നമ്മളൊരു പെട്ടി തുറന്ന് നോക്കാൻ പോവുകയാണ്. എന്ത് പെട്ടിയാന്നല്ലേ? ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു കുഞ്ഞു പെട്ടിയാണ്. എൻ്റെ ചെറിയ ചെറിയ കോളേജ് കാലത്തെ കാര്യങ്ങൾ, ഓർമ്മകൾ, സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, കുട്ടികളുടെ ഓർമ്മകൾ, ഇങ്ങനെ ഓരോന്നുമുള്ള ഒരു കുഞ്ഞു പെട്ടിയാണിത്. ഈ പെട്ടി ഇന്ന് തുറന്ന് എന്തൊക്കെയുള്ളതെന്ന് കാണണ്ടേ? നോക്കാം. ഇതാണ് ഗൈസ് ആ പെട്ടി. ആ പെട്ടിക്കുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കൂ. ഇത് പണ്ടത്തെ ഒരു ഓട്ടോഗ്രാഫ് ചേച്ചിയുടേതായിരുന്നു. രജിത ഒ നായർ. ചേച്ചിയുടേത് പകുതി എഴുതിക്കഴിഞ്ഞ്, ചേച്ചിയുടെ കഥകൾ, കവിതകൾ ഇതൊക്കെ എഴുതിക്കഴിഞ്ഞ്, പിന്നീട് അന്നത്തെ കാലമല്ലേ, പുസ്തകങ്ങളെല്ലാത്തിനൊന്നും വാങ്ങിത്തരുന്ന ഒരു കാലഘട്ടമല്ലല്ലോ. പിന്നെ ചേച്ചിയുടെ ഈ ബാക്കി ഭാഗം എൻ്റെ ഓട്ടോഗ്രാഫായിട്ട് മാറി. ഓരോരോ രസം അല്ലേ? +2 കാലഘട്ടത്തിലുള്ള H2B ഹ്യൂമാനിറ്റീസ് B ക്ലാസ്സിലായിരുന്നു. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ 1000 അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ കണ്ട് പാലാണ് എന്ന് കരുതി കുടിക്കാൻ പോകുന്ന പൂച്ചക്കുട്ടിയെപ്പോലെ ആണുങ്ങൾ ചിരിക്കുന്നത് പ്രേമമാണെന്ന് കരുതി പ്രേമിക്കാൻ പോകല്ലേ സുമി. എന്തൊരു നല്ല വാക്കുകൾ അല്ലേ? ഇനി അടുത്തത്, ഈ പെട്ടിയിൽ ഒരുപാട് ഗ്രീറ്റിങ്സ് കാർഡുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു സംഭവം നോക്കിക്കേ. ഇത് ഈ മുഖം തന്നെയാണ്, പക്ഷെ ഇത് +2 കാലഘട്ടത്തിലാണ്. എന്തൊരു എന്താ പറയുക, കവളൊക്കെ തൊടുത്ത് നല്ല യൂണിഫോം, നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. കണ്ട മുടി ഇങ്ങനെ ബാക്കിലേക്ക് എന്തൊരു വൃത്തിയില്ല. പക്ഷെ ഞാനാണെന്നേ തോന്നുന്നില്ല അല്ലേ. ഇത് ഒരു പാവം നാടൻ കുട്ടി. അതായിരുന്നു ഇത്, അവളായിരുന്നു ഇവൾ. ഇനി ഇതും എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്, എൻ്റെ സുമിക്കുട്ടിക്ക് ഓണാശംസകൾ. ഒക്കെ ഓർമ്മകളാണ് ഇപ്പോഴും എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇനിയുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് വർക്കുകൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഷോർട്ട് ഫിലിമായിരുന്നു, പടച്ചോൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഈ വൈറ്റ് ചുരിദാറിട്ടിരിക്കുന്നത് ഞാനാണ്. ആ സമയത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ആൽബം, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം, ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും.